Hi, hello, my dear students. My dear children, we are starting the part 3 class of our chapter 11, Feudalism and the Medieval World. പ്രിയപ്പെട്ട കുട്ടികളെ, ഫ്യൂഡലിസം ആൻഡ് ദ മെഡീവിയൽ വേൾഡ് എന്നുള്ള നമ്മുടെ ചാപ്റ്റർ 11 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 2 വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ വ്യൂ ചെയ്യുക. ഇത് പാർട്ട് 3, അതായത് 2 ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഉണ്ട്, നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ നമ്മുടെ ക്ലാസ്സാണ്. നമുക്കറിയാം, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫ്യൂഡലിസത്തെ പറ്റിയാണ്. വാട്ട് വാസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്യൂഡലിസം. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് മിഡീവിയൽ വേൾഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എംപയർ ആയിരുന്ന നമ്മുടെ റോമൻ എംപയറിനെ പറ്റിയാണ്. വെസ്റ്റേൺ റോമൻ എംപയർ ഓർ ഹോളി റോമൻ എംപയറിനും അതുപോലെ തന്നെ ഈസ്റ്റേൺ റോമൻ എംപയറും നമ്മൾ രണ്ടും പഠിച്ചു കഴിഞ്ഞു. ആ 2 കാര്യങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കോർപ്പസ് ജൂലിയസ് സിവിലിസ്, അതായത് ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കോഡ് ഓഫ് ലോ. ഓക്കെ, അതുപോലെ ഉള്ള കാര്യങ്ങൾ നമ്മൾ 2ാമത്തെ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് മിഡീവിയൽ വേൾഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക് കൺട്രീസിനെ പറ്റിയാണ് പഠിക്കുക. ഇസ്ലാമിക് രാജ്യങ്ങൾ, അറബ് കൺട്രീസ്, അത് മിഡീവിയൽ വേൾഡിലെ ഏറ്റവും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പം മിഡീവിയൽ വേൾഡ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സെൻട്രൽ ഇസ്ലാമിക് റീജിയൻസ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ സെൻട്രൽ ഇസ്ലാമിക് റീജിയൻസിനെ പറ്റി പഠിക്കുന്നത്? നമ്മൾ നമ്മുടെ മിഡീവിയൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കോണ്ടിനെൻസിലെയും വേൾഡിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഓരോരോ എംപയേഴ്സും അവിടെയുള്ള എംപറേഴ്സിനെയും അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും 1 by 1 ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഒരു എംപയർ ആയിരുന്ന നമ്മുടെ റോമൻ എംപയറിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇസ്ലാമിക് റീജിയൻസ്, അറബ് റീജിയൻസ്. അപ്പോൾ അറബ് റീജിയൻസ് നമുക്ക് അതിൻ്റെ മാപ്പ് ആദ്യം ഒന്ന് കാണാം. നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾ ഗ്രീൻ കളറിൽ കാണുന്ന പ്രദേശങ്ങൾ നോക്കുകയും അറേബ്യ കണ്ടോ, അറേബ്യ, യമൻ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ആ ഗ്രീൻ കളറിലുള്ള പ്രദേശങ്ങളായിരുന്നു ഒരു 16th സെഞ്ച്വറിയിലൊക്കെ ഈ ഇസ്ലാമിക് റീജിയൻസ് ആയിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ പ്രോഫറ്റ് മുഹമ്മദും വന്ന കാലിഫുകൾ അവരെ ഭരിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി അവർ സ്ട്രോങ് ആവുകയും അവരുടെ പ്രദേശങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഈ മാപ്പിൽ കാണുന്ന ഒരു ഓറഞ്ച് കളറിലുള്ള പ്രദേശങ്ങളൂടി ചേർന്നുള്ള ഒരു വലിയ ഒരു റീജിയനായിട്ട് അത് മാറുകയും ചെയ്തു. അപ്പോൾ 750 CE 750 CEയിലൊക്കെ ഏതെല്ലാം പ്രദേശങ്ങളാണ് ഈ ഇസ്ലാമിക് റീജിയൻസ് ആയിട്ടുണ്ടായിരുന്നത്? ഇവിടെ കാണുന്ന ഗ്രീൻ കളറും ഒരു റോസ് കളറും ചേർന്നുള്ള പ്രദേശങ്ങളാണ് ഇസ്ലാമിക് റീജിയൻസ്. അപ്പോൾ ഇസ്ലാമിക് റീജിയൻസ് 16th സെഞ്ച്വറിയിൽ നിന്നും 17th സെഞ്ച്വറിയിലേക്ക് നമ്മൾ വരുമ്പോൾ ആ റീജിയൻസ് വളരെയേറെ വാസ്റ്റായി മാറിയതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ പ്രോഫറ്റ് മുഹമ്മദിനെ പറ്റിയും കാലിഫേറ്റിനെ പറ്റിയും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇസ്ലാമിക് റീജിയൻസ്, അതിൻ്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടേ. ലിബിയ, ഈജിപ്റ്റ്, പലസ്തീൻ, ഇറാഖ്, ഇറാൻ. ഓക്കെ, ദെൻ all these areas included in the Islamic regions or Arab regions. അപ്പോൾ അതിൻ്റെ പ്രദേശത്ത് നിങ്ങൾക്ക് ഈ ഫ്രാങ്കിഷ് എംപയറൊക്കെ കാണാം കണ്ടോ. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് യെല്ലോ കളറിലെ നമ്മൾ പാർട്ട് 2 വീഡിയോയിൽ പഠിച്ച പ്രദേശങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ അറേബ്യ, ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ, ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ട് വരുന്ന പ്രദേശങ്ങളാണ് ഈ പറയുന്ന ഇസ്ലാമിക് റീജിയൻസ്. അപ്പോൾ ആ ഒരു ജോഗ്രഫി, ആ ഒരു മാപ്പിൻ്റെ ആ ഒരു പ്രദേശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യൂറോപ്പ് കഴിഞ്ഞു വരുന്ന, ആഫ്രിക്കയുടെ നോർത്തിലായിട്ട് വരുന്ന, അറേബ്യൻ സീയുടെ വെസ്റ്റ് ഭാഗത്തായിട്ട് വരുന്ന
പ്രദേശങ്ങൾ ചേർന്നതാണ് ഇസ്ലാമിക് റീജിയൻസ്. അപ്പോൾ പഴയ ഇസ്ലാമിക് റീജിയൻസ് എന്ന് പറയുന്നത് റെഡ് സീക്കും അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫിനും ഇടയിലുള്ള പ്രദേശങ്ങളായിരുന്നു. റെഡ് സീ എല്ലാവരും ഒന്ന് കണ്ടേ. റെഡ് സീ ഇവിടെ ഈ മാപ്പിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. റെഡ് സീ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫ് എല്ലാവരും നോക്കുക. അറേബ്യൻ സീയുടെ ഭാഗം കരയുടെ ലാൻഡ് ഏരിയയിലേക്ക് കയറി കിടക്കുന്ന പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഗൾഫ് എന്ന് പറയുക. കടലിടുക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം, കടലിടുക്ക്. അപ്പോൾ പേർഷ്യൻ പ്രദേശങ്ങളായതുകൊണ്ട് ആ ഗൾഫിന് നമ്മൾ എന്ത് പേര് കൊടുത്തു? പേർഷ്യൻ ഗൾഫ് എന്ന് നമ്മൾ പേര് കൊടുത്തു. പഴയ കാലത്ത് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഈ അറേബ്യൻ നാടുകളിലേക്ക് ജോലിക്ക് പോകുന്ന ആളുകളെ നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? അവർ ഗൾഫിലാണ് ജോലിക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. ഈ ഗൾഫ് എന്നുള്ള വാക്ക് എവിടെ നിന്ന് വന്നതാണ്? ഈ അറേബ്യൻ സീ ലാൻഡ് ഏരിയയിലേക്ക് കടന്നു കയറി കിടക്കുന്ന സീയുടെ ഭാഗങ്ങളാണ് ഈ പേർഷ്യൻ ഗൾഫ്. അപ്പോൾ ഗൾഫിന് ചുറ്റുപാടും കിടക്കുന്ന പ്രദേശങ്ങളെയും നമ്മൾ അന്ന് കാലത്തെ പഴയ കാലത്ത് ഗൾഫ് എന്ന് ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ പഴയ അറേബ്യ എന്ന് പറയുന്നത് റെഡ് സീക്കും പേർഷ്യൻ ഗൾഫിനും മിഡിലായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളായിരുന്നു പഴയ അറേബ്യ. എന്നാൽ ഇന്ന് അറേബ്യ എന്ന് പറയുന്നത് കുറേ കൂടി വാസ്റ്റായിട്ടുള്ള ഈ ഗ്രീൻ കളറും റോസ് കളറും ഒരുമിച്ചുള്ള പ്രദേശങ്ങളാണ് ഇന്ന് ഇസ്ലാമിക് റീജിയൻസ് ആയിട്ട് അറിയപ്പെടുക. അപ്പോൾ മാപ്പ് എല്ലാവരും നന്നായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് പ്രോഫറ്റ് മുഹമ്മദിനെ പറ്റിയാണ്. നമുക്കറിയാം അറേബ്യൻ കൺട്രീസിനെ പറ്റി പഠിക്കുമ്പോൾ, അറേബ്യൻ റീജിയൻസിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് പ്രോഫറ്റ് മുഹമ്മദിനെ പറ്റി തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. പ്രോഫറ്റ് മുഹമ്മദ് വാസ് ഏബിൾ ടു യൂണിഫൈ എ ലാർജ് പാർട്ട് ഓഫ് അറേബ്യ ആൻഡ് ബിൽഡ് അറബ് കൾച്ചർ സബ്സ്റ്റാൻഷിയേറ്റ്. അപ്പോൾ പ്രോഫറ്റ് മുഹമ്മദ് എങ്ങനെയാണ് ഈ പേർഷ്യൻ ഗൾഫിനും റെഡ് സീക്കും ഇടയിൽ കിടന്ന ആ ഒരു പ്രദേശത്തെ ഒരു വാസ്റ്റ് ഏരിയയാക്കി മാറ്റിയത്? എങ്ങനെയാണ് ആ ഒരു യൂണിഫിക്കേഷൻ അദ്ദേഹം നടത്തിയത്? ദ അറേബ്യൻ പെനിൻസുല ഈസ് എ വാസ്റ്റ് ലാൻഡ് ബിറ്റ്വീൻ ദ റെഡ് സീ ആൻഡ് ദ പേർഷ്യൻ ഗൾഫ് ഇൻഹബിറ്റഡ് ബൈ ദ അറബ്സ്. സോ ദീസ് ഏരിയാസ്, the areas between this Red Sea and Persian Gulf was inhabited by Arabs. The Arabs were divided into many tribes. They were tribal people. They were divided into many tribes. അപ്പോൾ അവർ പല ട്രൈബൽ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ ഡിവൈഡായിട്ട് ജീവിക്കുകയായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ട്രൈബ്സ് ലെഡ് എ നൊമാഡിക് ലൈഫ്. വാട്ട് ഈസ് ദിസ് നൊമാഡിക് ലൈഫ്? നൊമാഡിക് ലൈഫ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആ ഒരു ലൈഫ് സ്റ്റൈലുള്ളവരായിരുന്നു. ഒരു പെർമനൻറ്റ് റെസിഡൻസ് അവരുണ്ടാക്കിയിരുന്നില്ല. അവരവരുടെ ആടുമാടുകളെയൊക്കെ മേയിച്ചുകൊണ്ട് പല പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി താമസിക്കുന്ന, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കൂടാരങ്ങളിലൊക്കെ താമസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു ഈ അറബ്സ്, അവരുടെ ട്രൈബ്സ്. മോസ്റ്റ് ഓഫ് ദ ട്രൈബ്സ് ലെഡ് എ നൊമാഡിക് ലൈഫ്. പ്രോഫറ്റ് മുഹമ്മദ് ഹി യുണൈറ്റഡ് ദ വാറിംഗ് അറബ് ട്രൈബ്സ്. എന്താണ് ഈ വാറിംഗ് അറബ് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ? വാറ്, അവർ ഈ ട്രൈബുകളെ പരസ്പരം എന്നും വാർ നടത്തിക്കൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയായിരിക്കും? ചിലപ്പം വാട്ടറിന് വേണ്ടിയായിരിക്കും, ചിലപ്പം ക്യാമിലിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കും. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഈ ട്രൈബൽ ഗ്രൂപ്പ്സ് പരസ്പരം അവർ പടവെട്ടിയിരുന്നു, വാർ നടത്തിയിരുന്നു. ഇങ്ങനെ വാറിംഗ് അറബ് ട്രൈബ്സിനെ യുണൈറ്റ് ചെയ്തത് പ്രോഫറ്റ് മുഹമ്മദാണ്. Prophet Muhammad, he united the warring Arab tribes. They fight between each other. These tribes, they fight between each other for water, for camel, for food, etc., etc. So, Prophet Muhammad, what did he do? He united the warring tribes. Okay? He soon became the ruler of Medina. Mecca and Medina, these were the most important cities in ancient Arab region. So this Prophet Muhammad, he soon became the ruler of Medina. അപ്പോൾ അദ്ദേഹം ഈ അറബ് ട്രൈബുകളെയൊക്കെ യുണൈറ്റ് ചെയ്യുകയും അവരുടെ വലിയൊരു ലീഡറായി മാറുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അദ്ദേഹം മെദീന എന്ന് പറയുന്ന സ്ഥലം ക്യാപിറ്റലാക്കിക്കൊണ്ട് അദ്ദേഹം അവിടുത്തെ ഭരണാധികാരിയായി മാറി. ഹി സൂൺ ബിക്കം ദ റൂളർ ഓഫ് മെദീന. ലേറ്റർ, ആഫ്റ്റർ ഗെയിനിങ് കൺട്രോൾ ഓഫ് മെക്ക, Medina became the administrative capital of Islamic State. So, this Prophet Muhammad, he gained the control of Mecca also. നമുക്കറിയാം മെദീന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മെക്ക. അപ്പോൾ മെക്കയുടെ കൺട്രോൾ അദ്ദേഹം
ഏറ്റെടുക്കുകയും അങ്ങനെ മെദീന ഒരു ക്യാപിറ്റലാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. പ്രോഫറ്റ് മുഹമ്മദ് he established an Islamic state with capital Medina. Okay, he also gained control over Mecca. Thus, Prophet Muhammad was able to unify a large part of Arabia and build Arab culture. So, it was Prophet Muhammad who was able to unify the large area of Arabia and he built up an Arab culture. അപ്പോൾ പ്രോഫറ്റ് മുഹമ്മദാണ് ഈ യൂണിഫിക്കേഷൻ്റെ നേതൃത്വം കൊടുത്തത്. അദ്ദേഹം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുകയും അവിടുത്തെ റൂളറായി മാറുകയും മെദീന ക്യാപിറ്റലാക്കിക്കൊണ്ട് അദ്ദേഹം അഡ്മിനിസ്ട്രേഷൻ നടത്തുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ യൂണിഫിക്കേഷൻ ഓഫ് അറേബ്യ അണ്ടർ പ്രോഫറ്റ് മുഹമ്മദ്, അതൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഈ പീപ്പിള് ട്രൈബൽസ് ആയിരുന്നു, അവർ പരസ്പരം ഫൈറ്റ് ചെയ്യുന്നവരായിരുന്നു. അവരെ അദ്ദേഹം യൂണിഫൈ ചെയ്യുകയും അങ്ങനെ ഒരു അറബ് സ്റ്റേറ്റ് രൂപീകരിക്കുകയും മെദീന അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലായി മാറുകയും ചെയ്തു. ഓക്കെ, ദെൻ നമുക്ക് ഈ പ്രോഫറ്റ് മുഹമ്മദിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും കേൾക്കുന്ന ഒരു വേർഡാണ് ഹിജ്റ. ഹിജ്റ, പ്രിപ്പയർ എ നോട്ട് ഓൺ ഹിജ്റ. എന്താണ് ഈ ഹിജ്റ എന്ന് നമുക്കൊന്ന് പഠിക്കാം. പ്രോഫറ്റ് മുഹമ്മദ് യുണൈറ്റഡ് ദ വാറിംഗ് അറബ് ട്രൈബ്സ്. He united the warring Arab tribes, but his ideas were opposed by the wealthy merchants of Mecca. So this Mecca, it was a large city in Arabia, and this Mecca, it was inhabited by wealthy merchants. അപ്പോൾ വെൽത്തി മെർച്ചൻസ് കൂടുതലും ജീവിക്കുന്ന, അവരും അറബികൾ തന്നെയാണ് ഈ വെൽത്തി മെർച്ചൻസ്, പക്ഷേ അവർ കൂടുതലും ജീവിക്കുന്നത് ഈ മെക്ക എന്ന് പറയുന്ന സിറ്റിയിലായിരുന്നു. പക്ഷേ അവർക്ക് പ്രോഫറ്റ് മുഹമ്മദിനെ അവർ ഒപ്പോസ് ചെയ്തു. ഹിസ് ഐഡിയാസ്, ദ കോമൺ പീപ്പിൾ, ദ ട്രൈബൽ പീപ്പിൾ, ദേ അക്സെപ്റ്റഡ് ദിസ് പ്രോഫറ്റ് മുഹമ്മദ് ആസ് ദെയർ റൂളർ ഓർ ലീഡർ, ബട്ട് ദിസ് വെൽത്തി മെർച്ചൻസ് ഓഫ് മെക്ക, ദേ ഒപ്പോസ് ദിസ് ഐഡിയാസ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ്. So what happened? So in 622 CE, Common Era, 622, Prophet Muhammad and his followers fled from Mecca to Medina. പ്രോഫറ്റ് മുഹമ്മദും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും 622 CEയിൽ മെക്കയിൽ നിന്നും മെദീനയിലേക്ക് ഓടിപ്പോയി. They fled from Mecca to Medina. This is known as the Hijra. ഇതാണ് ഹിജ്റ. അപ്പോൾ ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ മെക്കയിലെ അദ്ദേഹത്തിൻ്റെ എനിമീസ് എന്ന് പറയുമ്പോൾ വെൽത്തി മെർച്ചൻസ് ആണ്. അവർ കാരണം പ്രോഫറ്റ് മുഹമ്മദും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും മെക്കയിൽ നിന്നും മെദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, വളരെ അടുത്തുള്ള സ്ഥലങ്ങളാണ് ഈ മെക്കയും മെദീനയും, ഈ സ്ഥലത്തേക്ക് അദ്ദേഹം ഓടിപ്പോയി. ആ ഒരു സംഭവമാണ് ഹിജ്റ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഹിജ്റ എന്ന് പറയുന്ന ഈ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിക് കലണ്ടർ തന്നെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അടുത്തത് ഹൂ വേർ കാലിഫ്സ്. ആരാണ് കാലിഫുകൾ? ആൻഡ് ലിസ്റ്റ് ദ കാലിഫ് ഹൂ കെയിം ടു പവർ ഇൻ അറേബ്യ ആഫ്റ്റർ പ്രോഫറ്റ് മുഹമ്മദ്. എന്താണ് ഈ കാലിഫ്? ആരാണ് കാലിഫ്സ്? എന്താണ് ഈ കാലിഫേറ്റ്? പ്രോഫറ്റ് മുഹമ്മദിന് ശേഷം അറേബ്യയിൽ റൂളേഴ്സായി വന്ന പ്രധാനപ്പെട്ട കാലിഫ് ആരൊക്കെയാണ്? ദ സക്സസേഴ്സ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് ഹു കെയിം ടു പവർ ആഫ്റ്റർ ഹിസ് ഡെത്ത് വെർ നോൺ ആസ് കാലിഫ്. പ്രോഫറ്റ് മുഹമ്മദിന് ശേഷം, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം റൂളേഴ്സായി വന്ന അദ്ദേഹത്തിൻ്റെ സക്സസേഴ്സിനെ വിളിക്കുന്ന പേരാണ് കാലിഫ്. ദ സക്സസേഴ്സ് ഓഫ്, എന്താണ് ഈ സക്സസർ എന്നുള്ളതിൻ്റെ മലയാളം വാക്ക്? അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ. The successors of Prophet Muhammad who came to power in Arabia after his death were known as caliphs. Their rule is called a caliphate. കാലിഫുകളുടെ റൂളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കാലിഫേറ്റ്. A caliph was both the religious leader of Islam and the head of the Arab states. ഈ കാലിഫ് എന്ന് പറയുന്ന അദ്ദേഹം രണ്ട് ചുമതലകളാണ് അദ്ദേഹത്തിനുള്ളത്. He was both the religious leader, അവരുടെ ഇസ്ലാം റിലീജിയൻ്റെ ലീഡറാണ്. അറ്റ് ദ സെയിം ടൈം he was the head of the Arab states. അറബ് സ്റ്റേറ്റുകളുടെ ഹെഡുമാണ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഹെഡുമാണ്,
അതേസമയം തന്നെ അദ്ദേഹം ആരുമാണ്? അദ്ദേഹം അവരുടെ റിലീജിയസ് ലീഡറുമാണ്, ഖലീഫ്. ആദ്യത്തെ 4 ഖാലിഫുകളുടെ പേര് നമുക്കൊന്ന് പഠിക്കാം. ദ ഏർലി ഖാലിഫ്സ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ ആൻഡ് അലി. ഏർലി ഖാലിഫ്സ് വെയർ അബൂബക്കർ, ഉമർ, ഉസ്മാൻ ആൻഡ് അലി. അബൂബക്കർ, ഉമർ, ഉസ്മാൻ ആൻഡ് അലി. They were the 4 first early caliphs. അപ്പോൾ ആരാണ് ഖാലിഫ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ സക്സസേഴ്സ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് ആഫ്റ്റർ ഹിസ് ഡെത്ത്. They were both the religious leaders and administrative head of the Arab region. Okay. Prepare a note on the characteristics of the dynasties that established dominance in Arabia after the Caliph. അപ്പോൾ ഈ ഖാലിഫ് അലി അല്ലേ, അലി എന്ന് പറയുന്ന ആ ഖലീഫ, മലയാളത്തിൽ എന്താ ഇതിന് പറയുക? ഖാലിഫിനെ ഖലീഫ. അപ്പോൾ ഖലീഫമാരുടെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അലിയാണ്. അപ്പോൾ ആ ഖലീഫയ്ക്ക് ശേഷം 2 ഡൈനാസ്ട്രികളാണ് ഈ അറേബ്യൻ റീജിയൻ ഭരിച്ചത്. ആ 2 ഡൈനാസ്ട്രികളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് ഒക്കെ നമുക്കൊന്ന് പഠിക്കാം. സോ പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഡൈനാസ്ട്രീസ് that established dominance in Arabia after the Caliph. അപ്പോൾ ഖാലിഫുകൾക്ക് ശേഷം അറേബ്യൻ രാജ്യം എങ്ങനെ ഭരിക്കപ്പെട്ടു, അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. 2 ഡൈനാസ്റ്റികൾ അവരെ ഭരിച്ചു. നമുക്കൊന്ന് പഠിക്കാം. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ 4th കാലിഫ് അലി, മുആയ ദ ഗവർണർ ഓഫ് സിറിയ സീസ്ഡ് പവർ. അപ്പോൾ സിറിയയിലെ ഗവർണറായിരുന്ന മുആവിയ എന്ന് പറയുന്ന അദ്ദേഹം ആ ഗവർണറെ അധികാരം പിടിച്ചെടുത്തു, സീസ്ഡ് പവർ. So after the death of this 4th Caliph Ali, what happened? The Syrian governor Muawiyah seized power. The dynasty founded by this Muawiyah is Umayyad dynasty. Umayyad dynasty. It was established by the Syrian governor Muawiyah. ആ ഒരു പേരൊക്കെ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അല്ലേ? മുആവിയ എന്ന് പറയുന്ന ആ ഒരു ഗവർണറാണ് ഈ ഉമയ്യാദ് ഡൈനാസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ അതാണ് ആദ്യത്തെ ഡൈനാസ്ട്രി, ഉമയ്യാദ് ഡൈനാസ്ട്രി. ദേ മൂവ് ദ ക്യാപിറ്റൽ ടു ഡമാസ്കസ് ഇൻ സിറിയ. അവർ സിറിയൻ ഗവർണർ അല്ലായിരുന്നു. അപ്പോൾ അവർക്ക് കൂടുതലും അവരുടെ സിറിയ എന്ന് പറയുന്ന പ്രദേശമാണ് ഇഷ്ടം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? മെദീനയിൽ നിന്നും ക്യാപിറ്റൽ എടുത്ത് മാറ്റി. എങ്ങോട്ട് മാറ്റി? ഡമാസ്കസിലേക്ക് മാറ്റി. സിറിയയിലെ ഒരു വലിയ ടൗൺ ആയിരുന്നു ഡമാസ്കസ്. ഈ ഡമാസ്കസിലേക്ക് ക്യാപിറ്റൽ മാറ്റി. സോ ഉമയ്യാദ് ഡൈനാസ്ട്രി ദേ മൂവ് ദ ക്യാപിറ്റൽ ടു ഡമാസ്കസ് ഇൻ സിറിയ. അബ്ദ് അൽ മാലിക് ദ ഖാലിഫ് ഓഫ് ഉമയ്യാദ് ഡൈനാസ്ട്രി എംഫസൈസ് അറബ്ഹുഡ്. ഈ ആബ്ദ് അൽ മാലിക് എന്ന് പറയുന്ന ഫേമസ് കാലിഫായിരുന്നു ഉമയ്യാദ് ഡൈനാസ്ട്രിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാലിഫ്. അദ്ദേഹം ഈ സിറിയയിലെ അല്ലെങ്കിൽ അറേബ്യയിലെ എന്ത് കൊണ്ടുവന്നു? അറബ് ഹൂഡ് കൊണ്ടുവന്നു. ഈ അറബ് ഹൂഡ് എന്താണെന്ന് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാം. അറബ് ഹൂഡ്. ഓക്കെ. അപ്പോൾ ഉമയ്യാദ് ഡൈനാസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാലിഫ് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേര് പറയണം? അബ്ദ് അൽ മാലിക്. ആഫ്റ്റർ ദ ഉമയ്യാദ് ഡൈനാസ്ട്രി, the Abbasid dynasty came into power. The second dynasty after the Caliph were Abbasid dynasty. Abdul Abbas, the founder, moved the capital from Damascus to Baghdad. നോക്കിക്കേ, അപ്പോൾ അറേബ്യയുടെ ക്യാപിറ്റൽ വീണ്ടും ഉമയ്യാദ് ഡൈനാസ്ട്രിക്ക് ശേഷം വന്ന അബ്ബാസിഡ് ഡൈനാസ്ട്രി വീണ്ടും ക്യാപിറ്റൽ മൂവ് ചെയ്തു. എങ്ങോട്ട് മൂവ് ചെയ്തു? ദമാസ്കസിൽ നിന്നും ബാഗ്ദാദിലേക്ക് മൂവ് ചെയ്തു. നമുക്കറിയാം പഴയ കാലത്ത്, അതായത് നമ്മൾ പഠിക്കുന്ന ഈ മിഡിൽ ഏജസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റി ആയിരുന്നു ബാഗ്ദാദ്. അപ്പോൾ ഈ അബ്ബാസിഡ് ഡൈനാസ്ട്രി ദമാസ്കസിൽ നിന്നും ക്യാപിറ്റൽ എടുത്ത് ബാഗ്ദാദിലേക്ക് മാറ്റി. അപ്പോൾ ഏതൊക്കെ ക്യാപിറ്റലുകളാണ് നമ്മളിപ്പോൾ കണ്ടത്? മെദീന, പ്രോഫറ്റ് മുഹമ്മദിൻ്റെ കാലത്ത് മെദീനയായിരുന്നു. പിന്നീട് അത് ഡമാസ്കസായി മാറി. ഡമാസ്കസിൽ നിന്നും അബ്ബാസിഡ് ഡൈനാസ്റ്റിയുടെ കാലത്തെ വീണ്ടും അത് ബാഗ്ദാദിലേക്ക് മാറ്റി. ബാഗ്ദാദ് 1001 നൈറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? 1001 നൈറ്റ് എന്ന് പറയുന്നത് അറേബ്യയിൽ നിന്നും അക്കാലത്തുണ്ടായ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്
1001 രാവുകൾ എന്നറിയപ്പെടുന്ന 1001 നൈറ്റ്, ആ കഥയൊക്കെ നടക്കുന്നത് ഈ ബാഗ്ദാദിലാണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അബ്ബാസിഡ് ഡൈനാസ്റ്റിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റ്, ഒരു സ്കോളർ എന്ന് പറയാവുന്ന ആളാണ് ഹാരൂൻ അൽ റഷീദ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയറ്റ് ആൻഡ് സ്കോളർ എമംഗ് ദിസ് അബ്ബാസിഡ് ഡൈനാസ്റ്റി വാസ് ഹാരൂൻ അൽ റഷീദ്. അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു എന്ന് പറയുന്നു, പക്ഷെ നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് അദ്ദേഹം ഒരു പോയറ്റായിരുന്നു, അദ്ദേഹം ഒരു വലിയ സ്കോളറായിരുന്നു. ആരാണ് ഈ സ്കോളർ? പണ്ഡിതൻ അല്ലേ, വലിയ സ്കോളറായിരുന്നു, പോയറ്റായിരുന്ന ഹാരൂൻ അൽ റഷീദ് ഈ അബ്ബാസിഡ് ഡൈനാസ്റ്റിയിലെ ഒരു രാജാവായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ 2 ഡൈനാസ്റ്റികളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്, ഉമയ്യാദ് ഡൈനാസ്റ്റിയും അബ്ബാസിഡ് ഡൈനാസ്റ്റിയും. കാലിഫുകൾക്ക് ശേഷം ആദ്യം ഭരിച്ചത് ഉമയ്യാദ് ഡൈനാസ്റ്റിയാണ്. അത് സിറിയയിലെ ഗവർണറായിരുന്ന ആലി മൗയ ഫൗണ്ട് ചെയ്ത ഒരു ഡൈനാസ്റ്റി ആയിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു റൂളറായിരുന്നു ആബിഡ് അൽ മാലിക്. അദ്ദേഹമാണ് അറബ് ഹുഡ് കൊണ്ടുവന്നത്. ഇനി ഉമയ്യാദ് ഡൈനാസ്റ്റിക്ക് ശേഷം ഭരിച്ചത് അബ്ബാസിഡ് ഡൈനാസ്റ്റിയാണ്. അബ്ദുൽ അബ്ബാസ് എന്ന് പറയുന്നതാണ് ഫേമസ് രാജാവ്. അദ്ദേഹം ക്യാപിറ്റല് ബാഗ്ദാദിലേക്ക് മാറ്റി. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയറ്റും അതുപോലെ തന്നെ ഒരു സ്കോളറുമായിരുന്നു ഹാരൂൻ അൽ റഷീദ്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഈ അറബ് ഹുഡ്? ഉമയ്യാദ് ഡൈനാസ്റ്റി ആൻഡ് അറബ് ഹുഡ് മെയ്ഡ് അറബിക് ദ ഒഫീഷ്യൽ ലാംഗ്വേജ്. അറബി ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി മാറ്റി. അപ്പോൾ അറബ് ഹുഡിൻ്റെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്താണ്? മെയ്ഡ് അറബിക് ദ ഒഫീഷ്യൽ ലാംഗ്വേജ്. ദെൻ സെക്കൻഡായിട്ട് അവർ ചെയ്തത് ഇംപ്ലിമെൻറ്റഡ് ദ ഇസ്ലാമിക് കറൻസി സിസ്റ്റം. ഒരു ഇസ്ലാമിക് കറൻസി സിസ്റ്റം കൊണ്ടുവന്നു. അതാണ് അറബ് ഹുഡിൻ്റെ സെക്കൻഡ് പോയിന്റ്, ഇസ്ലാമിക് കറൻസി സിസ്റ്റം. ദെൻ തേർഡ് പോയിന്റ്, ബിൽഡ് ദ ഡോം ഓഫ് ദ റോക്ക് ഇൻ ജെറുസലേം. ഡോം ഓഫ് ദ റോക്ക് എന്നറിയപ്പെടുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആ ഒരു പള്ളി അല്ലേ, ആ പള്ളി ജെറുസലേമിൽ പണിതു. ഈ 3 കാര്യങ്ങൾ ചേർത്താണ് നമ്മൾ പറയുന്നത് ഈ ഉമയ്യാദ് ഡൈനാസ്റ്റിയും അറബ് ഹുഡും. അറബ് ഹുഡ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ എഴുതുക. അറബിക് ലാംഗ്വേജിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി, ഒരു ഇസ്ലാമിക് കറൻസി സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തു, അതുപോലെ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന ആ വലിയ ഒരു ഇസ്ലാമിക് ചർച്ച് ജെറുസലേമിൽ പണിതു. ഓക്കെ, ഇതാണ് ഡോം ഓഫ് ദ റോക്ക്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് ചർച്ചാണിത് അല്ലേ. ഇസ്ലാം മതക്കാരുടെ ഒരു വലിയ ജെറുസലേമിൽ കാണുന്ന ഒരു പള്ളിയാണ് ഈ ഡോം ഓഫ് ദ റോക്ക്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഹാരൂൻ അൽ റഷീദ്, അബ്ബാസിഡ് ഡൈനാസ്റ്റിയുടെ കാലത്ത് ഒക്കെ ഉണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള ഇസ്ലാമിക് പോയറ്റും സ്കോളറുമാണ് ഇദ്ദേഹം, ഹാരൂൻ അൽ റഷീദ്. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് ടീച്ചർ വീണ്ടും എത്തുന്നതാണ്. നിങ്ങൾ നന്നായിട്ട് നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ വ്യൂ ചെയ്യുക, പഠിക്കുക. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്.